ഈ പോലീസ് പല കാര്യത്തിലും വലിയ ആവേശത്തിൽ പെരുമാറും. അതിപ്പോൾ സിന്തറ്റിക് ഡ്രഗ് പിടിക്കുന്ന കാര്യത്തിലായാലും ഗുണ്ടകളെ പിടിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ വളരെ വേഗത്തിൽ പെരുമാറും. കാരണം അത് കുറച്ച് റിസ്ക് കുറഞ്ഞ പരിപാടിയാണ്. പക്ഷേ ഈ വിദ്വേഷക്കാരെ പിടിക്കുക എന്ന് വെച്ചാൽ അവർക്കെല്ലാം പൊളിറ്റിക്കൽ ബന്ധമുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുമായിട്ട് പോലും അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ടീമുകളാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്വേഷം പറഞ്ഞ ആൾക്കാർ. സോ അത്തരക്കാരെ സ്വയമേവ പിടിക്കുക, കേസെടുക്കുക. ഇപ്പോൾ പോലീസിൻ്റെ പേജിൽ പോയാൽ പോലും മാല പൊട്ടിക്കുന്നതിനെതിരെ ജാഗ്രത വേണം, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ജാഗ്രത വേണം, പല ജാഗ്രതാ പോസ്റ്റുകളൊക്കെ കാണും. വിദ്വേഷം പറയരുത് എന്ന നിലയ്ക്കുള്ള ഒരു സാധനം ഉണ്ടാവില്ല. ഏതാണ്ട് മില്യൺസ് ഓഫ് ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നോട്ട് ചെയ്യപ്പെട്ട പേജുകളിലൊന്നാണ്. പോലീസിന് ഈ വിദ്വേഷ കേസുകളുടെ പൊതുവെയുള്ള ഈ വിപ്രതിപത്തി എങ്ങനെ സംഭവിക്കുന്നതാണ് ശ്രീ ജോർജ് ജോസഫ്? ഇല്ല, പോലീസ് തീർച്ചയായിട്ടും കേസ് എടുക്കേണ്ടത് കേസ് എടുക്കണം. ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് എൻ്റെ കാഴ്ചപ്പാടിൽ ഈ BNS 352, 353 രണ്ട് വകുപ്പിനകത്തേ വരുള്ളൂ. കാരണം അത് ഒരു ബ്രീച്ച് ഓഫ് പീസ് ഉണ്ടാകാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതാണ് ഒന്ന്. 352 അത് വരും. അതുപോലെ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം അതൊരു പറഞ്ഞിരിക്കുന്ന ഒരു മിസ്കോണ്ടക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 വർഷം 2 വർഷം പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്യണം. കാരണം ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നല്ല കാര്യം. അങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശനെ ഈ ഗവൺമെൻറ് നടപടി എടുക്കും. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ആവശ്യമായ ഘടകം തന്നെയാണ്, അത് യാതൊരു സംശയം തന്നെയില്ല. പക്ഷെ കേസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു 3 വർഷത്തിനകത്തുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ജാമ്യം പോലീസ് സ്റ്റേഷനിൽ അവിടുന്ന് തന്നെ കൊടുത്തു വിടുന്നതായിരുന്നു നല്ലത്. കാരണം കോടതി പോയി കോടതി അത് മുഴുവൻ പരിശോധിച്ചിട്ടുണ്ട്. ആ കോടതിയിൽ ഈ കേസ് നിലനിൽക്കില്ല എന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പിന്നെ അത് ജാമ്യം കൊടുത്ത് അങ്ങ് വിട്ടത്. വേറെ ഒന്നും ആ കോടതി അതിൻ്റെ അത് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. 352 എൻ്റെ കാഴ്ചപ്പാടിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഡിജിറ്റൽ ഒഫൻസ് ഒന്നും അതിൻ്റെ അകത്ത് ഇല്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ഞാൻ അതുകൊണ്ട് നേരത്തെ അത് പറയുന്നത്. അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള കേസിന് സർക്കാർ തീർച്ചയായും വെള്ളാപ്പള്ളിക്കെതിരായിട്ട് ഇനിയൊരു കേസ് എടുക്കാമല്ലോ. അന്നത്തേനെ വെച്ചിട്ട് ഡിലേ വന്നെന്നല്ലേ ഉള്ളൂ. കാരണം ഈ മതവിദ്വേഷം പകർത്തുന്ന ആരായാലും ശരി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാ ജാതിക്കാരും ഉണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ഒരു സഹോദരങ്ങളായിട്ടാണ് കാണുന്നത്. അവരവരെ പള്ളിയിൽ പോവും, അല്ലെ അവരെ അമ്പലത്തിൽ പോവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാ മനുഷ്യനും കേരളത്തിലെ പൊതുവെ, അത് ഇന്ത്യയിലെങ്കിലും ഒരു സ്റ്റേറ്റിലും ഞാൻ കണ്ടിട്ടില്ല, എല്ലാം ഒരുപോലെ കാണാനുള്ള ജാതി മതമൊന്നും ഇവിടെ ഏക്കില്ല. അതൊക്കെ ചില വോട്ട് കിട്ടാൻ വേണ്ടിയൊക്കെ പറയുമായിരിക്കും. പക്ഷേ ആൾക്കാരുടെ പെരുമാറ്റത്തിലും ഒക്കെ നമ്മൾ ആലോചിച്ചോണം. അവരോട് സഹകരിക്കുന്നവർ എല്ലാ ജാതിക്കാരും ഇപ്പം ഒന്നും വേണ്ട, ഗുണ്ടയുടെ നമ്മുടെ ഇപ്പം ആ ഗുണ്ടയുടെ കൂടെ അയാളെ കാറ് കൊടുക്കുന്നതും മറ്റെല്ലാം ചെയ്ത് പല ജാതിയിലുള്ള ആൾക്കാരല്ലേ, കണ്ടില്ലേ? അപ്പോൾ അത് കേരളത്തിൽ മാത്രമേ അത് ഞാൻ കാണുന്നുള്ളൂ. ആ ജാതി ചിന്തയൊന്നും ഇവിടെ കേരളത്തിൽ എല്ലാവരും തോളെ കൈയിട്ടുണ്ട് നടക്കുക, ഏത് ജാതിക്കാരനായാലും. അതുകൊണ്ട് ഈ മതവിദ്വേഷം പറയുന്നത് ആരായാലും ശരി കേസ് എടുക്കണം. കേസ് നിലനിൽക്കില്ലെന്നുള്ള കേസ് എടുക്കാൻ വകുപ്പുണ്ട്, കേസ് എടുക്കണം. ജാമ്യത്തിൽ പോകുന്നേ പോട്ടെ. കാരണം അത് ഒരു മാതൃകാപരമായ ഒരു ശിക്ഷ നടപ്പാക്കണം. അത് തന്നെയല്ല ഇപ്പം നമ്മൾ കണ്ടല്ലോ, ആയങ്കിയുടെ കേസിനകത്ത് അയാൾക്ക് ലൈക്കിട്ടവരെയും അയാളെ പ്രകീർത്തിച്ചവരും അയാൾക്ക് വാഹനം കൊടുത്തവരും അയാൾക്ക് ക്രൗഡ് ഫണ്ടിങ് കൊടുത്തവരും അവരെല്ലാം തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരണം. കാരണം അത് നമുക്ക് നിർത്തണം. ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഈ വൃത്തികേട് അത് ഈ ഗവൺമെൻറ് കാലത്തെങ്കിലും നടക്കണം. അതുകൊണ്ടാണ് അതിലെല്ലാവരും ഈ ലൈക്ക് ഇടുന്നവർ പലരും ശ്രദ്ധിക്കണം. ഈ മോശമായിട്ട് കമ്പനിയിൽ എഴുതുന്നവർ ശ്രദ്ധിക്കണം. ഒളിച്ചും പാത്തും വരുന്നത് അവരെയും കൂടെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെയെങ്കിലേ നമുക്ക് കുറച്ചുകൂടെ മെച്ചമായ ഒരു സാമൂഹിക അന്തരീക്ഷം കേരളത്തിൽ